പെൻസിൽ കട്ടർ മോഷണം പോയെന്ന വിദ്യാർത്ഥിയുടെ പരാതിയിൽ പരിഹാരം കണ്ട പോലീസിനെ അഭിനന്ദിക്കുകയാണ് സോഷ്യൽ മീഡിയ. ഉത്തർപ്രദേശിലെ ഹർദോയ് ജില്ലയിലാണ് സംഭവം നടന്നത്. ആ പ്രദേശത്തുള്ള സ്കൂളുകളിൽ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള പരാതികൾ അറിയിക്കാനായി പോലീസ് പിങ്ക് ബോക്സുകൾ സ്ഥാപിച്ചിരുന്നു. പിന്നീട് എല്ലാ ചൊവ്വാഴ്ചയും സ്കൂളുകളിലെത്തി ഈ പരാതിപ്പെട്ടികൾ തുറന്ന് ലഭിച്ച പരാതികൾ പരിഹരിക്കാനായിരുന്നു പോലീസ് സൂപ്രണ്ടിൻ്റെ നിർദ്ദേശം. ഇങ്ങനെ വെച്ച പരാതിപ്പെട്ടിൽ നിന്നും തങ്ങൾക്ക് 12 പരാതികൾ ലഭിച്ചെന്നും അവയെല്ലാം ഉടനെ പരിഹരിച്ചെന്നും ഹർദോയ് പോലീസ് തങ്ങളുടെ എക്സ് അക്കൗണ്ടിൽ കുറിച്ചപ്പോൾ സമൂഹ മാധ്യമ ഉപയോക്താക്കൾ ഒന്നടങ്കം UP പോലീസിനെ അഭിനന്ദിക്കുകയാണ്. ചില പരാതികൾ സ്കൂൾ ബസ്സിൽ വെച്ച് ഭീഷണിപ്പെടുത്തിയതിനെക്കുറിച്ചായിരുന്നു. മറ്റേത് ക്ലാസ്സിലെ കുട്ടികൾ തമ്മിലുള്ള വഴക്കുകളെക്കുറിച്ചായിരുന്നു. ഹോംവർക്ക് ചെയ്യാത്തതിന് കണക്ക് സാർ തല്ലിയെന്ന പരാതിയും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ക്ലാസ്സിലെ ചില കുട്ടികൾ ബഹളം വെക്കുന്നതിനെക്കുറിച്ചുള്ള പരാതികളും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ സമൂഹമാധ്യമ ഉപയോക്താക്കളുടെ ശ്രദ്ധ ആകർഷിച്ചത് ക്ലാസ്സിലെ സഹപാഠി തൻ്റെ പെൻസിൽ കട്ടർ മോഷ്ടിച്ചെന്ന ഒരു വിദ്യാർത്ഥിയുടെ പരാതിയായിരുന്നു. പോലീസുകാർ ഈ എല്ലാ പരാതികളും പരിശോധിക്കുകയും വിദ്യാർത്ഥികൾ തമ്മിലുള്ള വഴക്കുകളിൽ ഇരു വിഭാഗത്തിൻ്റെയും പ്രശ്നങ്ങൾ കേട്ട് പ്രശ്നം രമ്യമായി പരിഹരിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ആ പെൻസിൽ കട്ടർ കണ്ടെത്തി അതിൻ്റെ ഉടമസ്ഥനായ കുട്ടിയെ തിരിച്ചേൽപ്പിച്ചു. എന്നാൽ എങ്ങനെ പെൻസിൽ കണ്ടെത്തിയെന്ന് ആ കുറിപ്പിൽ പറയുന്നില്ല. ഇങ്ങനെ കുട്ടികളുടെ പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹരിക്കാൻ പോലീസ് കാണിച്ച സന്മനസ്സിനെ UPക്കാർ ഒന്നടങ്കം പ്രശംസിക്കുകയാണ്. കുട്ടികൾക്കിടയിലെ ക്രിമിനൽ വാസന നിയന്ത്രിക്കാനും സാമൂഹിക ബോധം വളർത്താനും ഇത്തരം നടപടികൾ വലിയ തോതിൽ സഹായിക്കുമെന്നതിൽ തർക്കമില്ല. എന്നാൽ ഉത്തർപ്രദേശിലെ പോലീസ് യഥാർത്ഥത്തിൽ ഈ കയ്യടികൾ അർഹിക്കുന്നുണ്ടോ? പെൻസിൽ കട്ടർ മോഷ്ടിച്ച കേസ് അന്വേഷിച്ച് തീർപ്പാക്കുന്ന പോലീസ് യുവതികളെയും പെൺകുട്ടികളെയും കാണാനില്ലെന്ന പരാതിയുമായി വരുന്നവരെ കണ്ട ഭാവം പോലും നടിക്കുന്നില്ല. താഴ്ന്ന ജാതിയിൽപ്പെട്ടവരെ തല്ലിക്കൊല്ലുന്ന ജന്മിമാരെയും അവർ കാണുന്നുമില്ല. ദുരഭിമാന കൊലപാതകം നടത്തുന്ന ഉയർന്ന ജാതിക്കാർക്ക് കുടപിടിക്കുകയാണ് പലപ്പോഴും ഉത്തർപ്രദേശിലെ പോലീസ് ചെയ്യുന്നത്. ബീഫ് കൈവശം വെച്ചു എന്നാരോപിച്ച് സാധുക്കളെ തല്ലിക്കൊന്നാലും അവിടെ പരിഹാരമോ അറസ്റ്റോ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. ന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയങ്ങളും വീടുകളും പൊളിച്ചു നീക്കുമ്പോൾ പോലീസ് ഉത്തർപ്രദേശിൽ മൗനം പാലിക്കുകയാണ്. വിദ്യാലയങ്ങളിൽ താഴ്ന്ന ജാതിക്കാരായ കുട്ടികളുടെ മുഖത്തടിക്കാൻ പറഞ്ഞ അധ്യാപകരെയും ഉത്തർപ്രദേശിലെ പോലീസ് കാണുന്നില്ല. തീർത്തും നിഷ്ക്രിയരായ പോലീസ് ഇപ്പോൾ സമയം കണ്ടെത്തിയത് സ്കൂളുകളിലെ കൊച്ചുകുട്ടികളുടെ പരാതികൾ തീർക്കാൻ വേണ്ടിയാണ്. യാതൊരു കാരണവശാലും ഉത്തർപ്രദേശിലെ പോലീസിൻ്റെ ഇത്തരം ചെയ്തികളെ അഭിനന്ദിക്കാൻ കഴിയുകയില്ല. ഒരു സംസ്ഥാനത്ത് ക്രമസമാധാനം നിലനിർത്താൻ കഴിയാത്ത പോലീസ് വിദ്യാലയങ്ങളിൽ വന്ന് കാണിക്കുന്ന ഇത്തരം പരിപാടികൾ ഒരു ചീപ്പ് ഷോ മാത്രമാണ്.